മാറ്റാൻ ഒരുങ്ങുകയാണ് ഈ പോകുന്ന നമ്മുടെ കൺമുന്നിലൂടെ പോകുന്ന ഈ സാൻ ഫെർണാണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലതാ. ആഴിമല തീരത്തെ ഒരു പാറക്കെട്ടിന് മുകളിൽ നിന്നുകൊണ്ട് ആളുകൾ ആർത്ത് വിളിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് സാൻ ഫെർണാണ്ടോയെ അവരും വരവേൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിഴിഞ്ഞം തുറമുഖം സജ്ജമാണ്. മന്ത്രി വി എൻ വാസവൻ, ദിവ്യസൈർ ഉൾപ്പെടെയുള്ള ആളുകൾ, വിസ്ലം ഡി, ദിവ്യസൈർ ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തും. അവിടെ തുറമുഖ സംവിധാനങ്ങൾ അത് കാര്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ 8ഓളം ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ, 23ഓളം യാർഡ് ക്രെയിനുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വരുന്ന കണ്ടെയ്നർ അത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇറക്കി വെക്കും. ശേഷം ഫീഡർ വെസലുകൾ വന്ന് അതുമായി യാത്ര തിരിക്കും. അതോടുകൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് ലോകത്തിന്റെ കപ്പൽ ഭൂപടത്തിൽ അടയാളപ്പെടുത്തും. അങ്ങനെ മനോഹരമായ ഒരു കാഴ്ച അതാണ് വളരെ അടുത്ത് 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിനും ക്ലാരിറ്റിയിൽ ഈ ചരിത്ര മുഹൂർത്തത്തെ നമുക്ക് ഒപ്പിയെടുക്കാനാവില്ല. അത്രയ്ക്കധികം ക്ലോസായി വിഷ്വൽ വിസിബിലിറ്റി ഉറപ്പാക്കി ക്രിസ്റ്റൽ ക്ലിയറായി സാൻ ഫെർണാണ്ടോ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നു. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനത്തിന്റെ വലിയ മാതൃക അത് വിഴിഞ്ഞത്തിന് പിന്നാലെ ഉണ്ടാകും. അത് ഔട്ടർ റിംഗ് റോഡും വിഴിഞ്ഞം തുരങ്ക റെയിൽപാത എന്നതിനൊക്കെ അപ്പുറത്തേക്ക് തിരുവനന്തപുരം വികസിക്കും, തെക്കൻ കേരളം വികസിക്കും. അങ്ങനെ സമാനതകളില്ലാത്ത വികസനത്തിലേക്ക് അതിന്റെ ആദ്യ പടിയെന്നോണം സാൻ ഫെർണാണ്ടോ വരികയാണ്. നമ്മൾ ആവർത്തിച്ച ടൈം ലൈൻ ഒന്നുകൂടി പറയുന്നു. 2000 ആദ്യ പഠനം, 2009 പഠനങ്ങളുടെ പരമ്പര, 2013 പാരിസ്ഥിതികാനുമതി കിട്ടി, 2015 ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ചു, തുറമുഖ നിർമ്മാണം ആരംഭിച്ചു. 2024 കൃത്യം പറഞ്ഞാൽ ഈ ദിവസം ജൂലൈ മാസം 11 വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചരിത്രം നങ്കൂരമിടുന്നു. ലോകം വിഴിഞ്ഞം തുറമുഖത്തെ കുറ്റുനോക്കുന്നു. വിഴിഞ്ഞം തുറമുഖം ലോകത്തിലേക്ക് അവരുടെ വാതിൽ തുറന്നിടുന്നു. പല മാറി വന്ന സർക്കാരുകളുടെ ഇച്ഛാശക്തി അതാ വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാകുന്നു. ക്രിസ്റ്റീന, സാൻ ഫെർണാണ്ടോയ്ക്കുമുണ്ട് നിരവധി വിശേഷണങ്ങൾ. കാരണം കൂറ്റൻ മദർഷിപ്പ്, ഒരുപക്ഷെ രാജ്യത്തെ മദർ പോർട്ടുകളിലേക്ക് എത്തുന്ന കൂറ്റൻ മദർഷിപ്പ് എന്നുള്ള വിശേഷണം അത് സാൻ ഫെർണാണ്ടോയ്ക്ക് സ്വന്തം. വിഴിഞ്ഞത്തെ പ്രദേശവാസികൾ പടക്കം പൊട്ടിച്ചടക്കം ഈ ചരിത്ര മുഹൂർത്തത്തെ വരവേൽക്കുന്നു. എത്രയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായാലും വികസനത്തിന്റെ കാര്യത്തിൽ സാൻ ഫെർണാണ്ടോ കേരളത്തിന് പുതിയ മാതൃകയാകുന്നു. വിഴിഞ്ഞം കേരളത്തിന് പുതിയ മാതൃകയാകുന്നു. 300 മീറ്റർ വീതി, 300 മീറ്റർ നീളം, 48 മീറ്റർ വീതി. അതാണ് നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്ന ഈ പടുകൂറ്റൻ മദർഷിപ്പ്. സാൻ ഫെർണാണ്ടോയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് 9,000 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുണ്ട് സാൻ ഫെർണാണ്ടോയ്ക്ക്. ഇപ്പോൾ ഏതാണ്ട് 2000ഓളം കണ്ടെയ്നറുകളാണ്. നമുക്ക് പലതരത്തിലുള്ള കമ്പനികളുടെ കണ്ടെയ്നറുകൾ അതിവിടെ കാണാം. മാസ്ക് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്രം മാസ്ക് കമ്പനിയുടെ സാൻ ഫെർണാണ്ടോ ആണ് ആ കപ്പൽ അതാ വിഴിഞ്ഞം തുറമുഖത്തേക്ക് 1960 കണ്ടെയ്നറുകളുമായി എത്തുന്നു. നമുക്ക് വാട്ടർ സല്യൂട്ട് കാണാം, ടഗ് ബോട്ടുകൾ കാണാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും അടുത്ത സ്ഥലത്തേക്ക് ബെർത്തിലേക്ക് അതാ അടുക്കുന്നു സാൻ ഫെർണാണ്ടോ. ഈ തിരമാലകളെ കൺട്രോൾ ചെയ്യാനുള്ള ബ്രേക്ക് വാട്ടർ സിസ്റ്റം പുലിമുട്ടിന്റെ അടുത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്തേക്ക് സാൻ ഫെർണാണ്ടോ അങ്ങനെ പോവുകയാണ്. അതാണ് ഇത്രയും ക്ലാരിറ്റിയിൽ 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ മാസം 22 സാൻ ഫെർണാണ്ടോ ഹോങ്കോങ്ങിൽ നിന്ന് യാത്ര തിരിച്ചത് കേരളത്തിന്റെ അഭിമാനമായ ചരിത്രത്തിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്ര ക്ലാരിറ്റിയിൽ ചരിത്രം 24 പ്രേക്ഷകരിലേക്ക് എത്തുന്നു. സാക്ഷാൽ സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നു. ഉയരത്തിൽ നിൽക്കുന്ന യാർഡുകൾ വിളിച്ചു പറയുന്നു കേരളത്തിൽ സാധ്യമാകാത്തതൊന്നുമില്ല. ആ വികസന സ്വപ്നങ്ങൾ നമ്മൾ പലതരത്തിലുള്ള കണ്ടെയ്നറുകളുമായി ഒരു പാർപ്പിട സമുച്ചയം മാറിൽ ഒതുക്കിയതുപോലെ വാട്ടർ സല്യൂട്ടിന്റെ അകമ്പടിയോടുകൂടി, ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടുകൂടി സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ കച്ചവടത്തിന് കച്ചമുറുക്കി ധാരാളം കമ്പനികൾ വീണ്ടും കേരളത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ കൂടിയാണ്.